ഹേ ഗൈസ്, ഇന്ന് ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു DIY ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പഴയ അക്വേറിയമാണ്. പഴയെന്ന് വെച്ചാൽ പൊട്ട് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെള്ളം ഒഴിച്ചൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു അക്വേറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് മുഖച്ഛായ മാറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ വേറൊന്നുമല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു ഫെയറി വില്ലേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എംസാൻഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മണ്ണോ മണലോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതതിൽ നിരത്തിയതിന് ശേഷം ഇതുപോലൊരു ചുള്ളിക്കമ്പ്, ഉണങ്ങിയ ഏതെങ്കിലും ഒരു കമ്പ് എടുക്കുക. അതൊരു ട്രീ പോലെ ഇതേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇലയൊന്നുമില്ലെങ്കിൽ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇല പോലെ ആക്കിയിട്ട് ഒട്ടിച്ചാലും മതി. ഇതിൻ്റെ അടുത്ത് മുമ്പേ ഉണ്ടായിരുന്ന ഒരു മാറ്റാണ്, നമ്മൾ ഈ വാൾ മാറ്റാണ്, ഇങ്ങനെ ഇലകളുള്ള. അത് ഞാൻ ഓരോന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇത് നമ്മൾ ഇഷ്ടത്തിനുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു മരം പോലെ വെക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ ഇതുപോലൊരു ഫെയറി ഹൗസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലൊരു ബ്ലൂ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതൊരു പുഴയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ചാല് പോലെ ആക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നീങ്ങിപ്പോവാതിരിക്കാനും കുറച്ചുകൂടി ഭംഗിക്ക് മെറ്റൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതില്ലാത്തതുകൊണ്ട് ഞാനൊരു സാധാരണ മുറ്റത്തൊക്കെ കാണുന്ന കല്ലെടുത്തിട്ട് സൈഡിലൂടെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അക്വേറിയത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന വൈറ്റ് സാൻഡാണ് ഞാൻ വീട്ടിലേക്കുള്ള വഴി പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്കത് പറ്റില്ല എന്നാണെങ്കിൽ ഇതുപോലെ മെറ്റൽ കൊണ്ട് തന്നെ നമുക്ക് വഴി പോലെ ഇങ്ങനെ കല്ല് പാകിയ വഴി പോലെ ആക്കിയെടുക്കാം. ഇനി നേരത്തെ കാണിച്ച ആ പ്ലാന്റിൻ്റെ ബാക്കിയുള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ചെറിയ കുറ്റിക്കാട് പോലെയോ ചെടി പോലെയോ ഒക്കെ നമുക്ക് ആക്കിയെടുക്കാം. അതേപോലെ ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ലോണില്ലേ, ആ പുൽത്തകിടി, അത് കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന ചെറിയ പൊടികളാണ്. അപ്പോൾ ഞാനത് ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇനി കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതേപോലെ ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കുറുകെ വെച്ച് കൊടുക്കാം. പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട്, നമ്മളിൽ ആകെയുള്ളത് ഒരു 4-5 ഗപ്പിയാണ്, അതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കളർ സ്റ്റോൺസ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാനിത് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം.